ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടതായ, നമുക്ക് സാധിച്ചു കിട്ടേണ്ടതായ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളുണ്ട്. മക്കളുടെ ജീവിതത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ, വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. മക്കളുടെ ഭാവി, ജോലിക്കുള്ള എല്ലാ ആവശ്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ കൂടി പോകുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിൽ ഇതെല്ലാം സാധിച്ച് സ്വസ്ഥതയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, കർത്താവിൻ്റെ രക്ഷാകര ശക്തി നമ്മുടെ മേൽ അയക്കപ്പെടുവാനും നാം ചെയ്യുന്ന എല്ലാ മേഖലകളിലും നാം അനുഗ്രഹീതരാകുന്നതിനും ഈ മാസം മറ്റ് എല്ലാ മാസത്തേക്കാളും ഈ ഫെബ്രുവരി മാസം വലിയ അനുഗ്രഹങ്ങളുടെ മാസമാകുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നതിനും ദൈവത്തിൻ്റെ രക്ഷാകര കരം നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നതിനും ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും സഫലീകൃതമാകുന്ന മാസമാണ് ഈ ഫെബ്രുവരി മാസം. കർത്താവ് നമ്മുടെ മേൽ കരുണ കാണിക്കുന്നതിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ, ഹൃദയം തുറന്ന് എളിമയുള്ള ഹൃദയത്തോടെ നമുക്ക് ചോദിക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടെ, ആ വചനത്തിലുള്ള വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഒരു കുട്ടി സ്വന്തം അപ്പനോട് ചോദിക്കുന്ന ആ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് അപരാധങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മുടെ കുറവുകളിൽ നിന്നും മാപ്പ് ചോദിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 67 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ഭൂമി അതിൻ്റെ വിളവ് നൽകി. ദൈവം, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ഏറ്റവും സ്നേഹവാനായ, നീതിയുടെ ഉറവിടമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ഫെബ്രുവരി മാസത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഈ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഞങ്ങളെ അവിടുന്ന് കൂട്ടിയിണക്കി അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്തും ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞങ്ങൾക്കൊരവസരം നൽകുന്നതിനെ ഓർത്തും ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സമസ്ത സൃഷ്ടാവായ കർത്താവേ, ഇന്നുവരെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായി അങ്ങ് ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ ഏത് സമയവും ഏത് നിമിഷവും ഓടിവരാൻ സ്വാതന്ത്ര്യം തന്ന അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അത്ഭുതകരവും ഭയാനകവുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവെ, അങ്ങയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഏറ്റവും
കരുണാമയനായ ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവെ, അങ്ങേ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ആരാധിക്കുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവമേ, ഈ ഫെബ്രുവരി മാസത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങൾ വളരുവാൻ, ഞങ്ങൾ അഭിവൃദ്ധിപ്പെടുവാൻ, ഞങ്ങൾക്ക് സമാധാനവും സന്തോഷത്തോടെയുമുള്ള ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, അങ്ങയുടെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരായി ജീവിക്കുവാൻ ഈ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളെ തന്നെ പാകതയുള്ളവരാക്കി, പക്വതയുള്ളവരാക്കി മാറ്റണമേ. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്തി കർത്താവിൽ നിന്നും കൂടുതൽ ജ്ഞാനവും അറിവും നേടി ഓരോ നിമിഷവും ഉത്തരവാദിത്ത ബോധത്തോടെ ഫലപ്രദമായ രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ അവിടുന്ന് ഈ മാസം ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാകര ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. കർത്താവെ, അങ്ങയുടെ രക്ഷ പ്രദാനം ചെയ്യുന്ന കരങ്ങൾ ഈ മാസം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ സമാധാനത്തോടെയും ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ആയിരിക്കുവാൻ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഈ മാസം ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. അങ്ങ് ഞങ്ങളെ നീതിപൂർവം വിധിക്കണമേ. കർത്താവെ, ഓരോ നിമിഷവും അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളിൽ ഉറപ്പിച്ച് ഈ മാസം മുഴുവനും ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നതിന് ഞങ്ങളുടെ ഓരോ ദിവസവും, ഈ മാസത്തിലെ ഓരോ ദിവസവും ഞങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നതിനു വേണ്ടി, അത് ലോകത്തിന് മനസ്സിലാകുന്നതിനു വേണ്ടി ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. എളിമയും അനുതാപവുമുള്ള ഹൃദയം നൽകി ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ ഏതെങ്കിലും മേഖലയിൽ ഞങ്ങൾ ആത്മീയ അടിമത്തത്തിലായിരുന്നു എങ്കിൽ അതിന് പരിപൂർണ സ്വാതന്ത്ര്യം നൽകണമേ. കർത്താവെ, ഏത് മേഖലയിലാണോ ആത്മീയ അന്ധത ഞങ്ങളിൽ ബാധിച്ചിരിക്കുന്നത് ആ മേഖലയിൽ ആത്മീയമായ വെളിച്ചം ഞങ്ങളിൽ വീശി കർത്താവായ ദൈവത്തിൻ്റെ, ജീവിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു ഗോൽഗോഥ മലയിൽ മരക്കുരിശിൽ പീഠാസഹനങ്ങളുടെ മേൽ ഞങ്ങൾക്ക് വേണ്ടി വരിച്ച വിജയത്തെ, ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത യോഗ്യതകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ആത്മീയ അന്ധതയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ വചനം ഇപ്രകാരം പറയുന്നു: പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രരായിരിക്കും. അതിനാൽ തന്നെ ദൈവമേ, ഈ മാസം ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായി ദൈവീക അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയണമേ. കർത്താവെ, അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അങ്ങ് എന്നേരവും പരമപരിശുദ്ധനും അനുഗ്രഹീതനും മഹത്വപൂർണനുമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി, ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി ആരാധിക്കുന്നതിനു വേണ്ടി ഈ ഫെബ്രുവരി മാസത്തിൽ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ മേൽ കരം വെച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തണമേ. പുത്ര സ്വാതന്ത്ര്യത്തിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, ലക്ഷ്യബോധത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവെ, ഈ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമെതിരെയുള്ള കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകല ഭീഷണികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കി ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും പുതുജീവൻ നൽകി ആരോഗ്യപരമായ ജീവിതത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും പീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. രോഗികളായ എല്ലാ മക്കൾക്കും കർത്താവെ, ഈ മാസം വലിയ രോഗശാന്തിക്കുള്ള സമയമാക്കി മാറ്റണമേ. രോഗശാന്തിയും ആരോഗ്യവുമുള്ള അത്ഭുതകരമായ ജീവിതം നയിക്കുന്നതിന് എല്ലാ രോഗികളുടെ മേലും ഈ മാസം അവിടുന്ന് കൈകൾ വെച്ച്
അവരെ രോഗവിമുക്തരാക്കി ആരോഗ്യപരമായ ജീവിതം നയിക്കുവാൻ, ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഒരു ജീവിതം നയിക്കുവാൻ ഈ മക്കളെ അവിടുന്ന് തൊടണമേ, സ്പർശിച്ചിപ്പോൾ തന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിലുള്ള എല്ലാ രോഗവും, ക്ഷീണവും, തളർച്ചയും, അവശതയും, നിരാശയും എന്നേക്കുമായി എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ രഹസ്യമായി ആക്രമിക്കുന്ന ഏതെങ്കിലും ബാക്ടീരിയകളോ വൈറസുകളോ രോഗാണുക്കളോ ഉണ്ടെങ്കിൽ കർത്താവെ, എല്ലാം നിർവീര്യമാക്കി സകല മഹാമാരിയിൽ നിന്നും, എല്ലാ രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി വിമുക്തരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനും ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി, രക്ഷ നൽകി, ആരോഗ്യം നൽകി, സമാധാനം നൽകി ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഞങ്ങളുടെ വസ്തുവകകൾക്കോ എതിരെയുള്ള ശത്രുവിൻ്റെ ഒരായുധവും ഫലപ്രദമാകാതിരിക്കാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികരിലൂടെയോ ഞങ്ങൾ ഇടപഴകുന്ന ഏതെങ്കിലും വ്യക്തികളിലൂടെയോ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെയോ ഞങ്ങളിലേക്ക് കടന്നു വന്ന, ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വന്ന തിന്മയുടെ ശക്തികൾ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടാതിരിക്കാൻ അങ്ങയുടെ രക്ഷാകര കരം ഞങ്ങൾക്ക് നേരെ നീട്ടി സകല അപകടങ്ങളിൽ നിന്നും, സകല ദുരന്തങ്ങളിൽ നിന്നും, പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം അങ്ങയുടെ കരങ്ങളിൽ സംവഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഫെബ്രുവരി മാസം ആരുടെയും നുണകളോ കള്ളപ്രവചനങ്ങളോ ദുഷ്ടവാക്കുകളോ കൂടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടാതിരിക്കാൻ അങ്ങയുടെ സ്വർഗീയ സൈന്യങ്ങളെ ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് കാവലായി ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും, എല്ലാ മേഖലകളിലും, എല്ലാ സ്ഥലങ്ങളിലും അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടിയോടെ ഞങ്ങൾ പോകുവാനും വരുവാനും ഞങ്ങൾക്ക് കാവൽ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ദുഷ്ടാത്മാക്കളുടെയും ദുഷ്ടശക്തികളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്നും, ഞങ്ങളുടെ തൊഴിലിൽ നിന്നും, വരുമാന മേഖലയിൽ നിന്നും, ഞങ്ങളുടെ പഠനത്തിൽ നിന്നും, കുടുംബജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗങ്ങളുടെയും അത്യാഹിതങ്ങളുടെയും അനർത്ഥങ്ങളുടെയും അശുദ്ധാത്മാക്കളിൽ നിന്ന് ഈ മാസം ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സമാധാനവും നൽകി ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും കുടുംബങ്ങളിലും വസിക്കുന്നതിന്, കർത്താവെ, സമാധാനത്തോടെ എല്ലാവരും എല്ലായ്പ്പോഴും ആയിരിക്കുന്നതിനും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിൽ വലിയ സമാധാനമുണ്ടാകുന്നതിന്, ഐശ്വര്യം ഉണ്ടാകുന്നതിന് കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ. ഈ മാസം എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികൾ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാം മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ. വാഹന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പ്രകൃതിയുടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. സ്നേഹപിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ മാസം ഓരോ നിമിഷവും അഭിഷേകം ചെയ്ത് ദൈവകൃപയ്ക്ക്, ദൈവപ്രീതിക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഞങ്ങൾക്കെതിരെ വരുന്ന ഏത് പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും ആത്മധൈര്യത്തോടെ നേരിടുവാൻ, അതിനെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി ഉന്നതത്തിൽ നിന്ന് ഞങ്ങൾക്ക് അയച്ച് ദൈവകൃപയുടെ പൂർണ്ണതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ മാസം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെയും നിറവേറ്റുവാൻ ആത്മീയവും ശാരീരികവും മാനസികവുമായി
ആരോഗ്യവാന്മാരായി കാണപ്പെടുന്നതിനും ആരോഗ്യവതികളായി കാണപ്പെടുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മാസം ഞങ്ങൾ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളെയും കർത്താവെ എടുക്കുന്നതിന്, ഉചിതമായി എടുക്കുന്നതിനും ആ തീരുമാനങ്ങൾ ദൈവകൃപയാൽ നിറവേറ്റുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ ജോലികളെയും ഉത്തരവാദിത്തങ്ങളെയും ഞങ്ങളുടെ അവകാശവും അനുഗ്രഹവുമായി കാണുവാൻ ഞങ്ങളെ ബോധവൽക്കരിക്കണമേ. കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളെല്ലാം അങ്ങയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവോടെ, ആത്മീയ ബോധത്തോടെ ചെയ്യുവാൻ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിനു വേണ്ടി ഞങ്ങൾ കൂടുതൽ ജോലിയിൽ തൽപരരാകുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുവാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ദൈവികമായ ജ്ഞാനത്താൽ ഞങ്ങളെ സഹായിക്കണമേ. കൂടുതൽ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതിഫലം കർത്താവാണ് നൽകുന്നത് എന്ന ബോധ്യത്തോടെ ഞങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥതയോടെ ചെയ്തു തീർക്കുവാൻ കൃപ തരണമേ. എൻ്റെ കർത്താവെ, ഈ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ എല്ലാ കടബാധ്യതകളെയും എല്ലാ ബില്ലുകളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ചിലവുകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി വരാവുന്ന ചെലവുകളെ, സാമ്പത്തിക ചെലവുകളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ രക്ഷകനും നാഥനുമായി, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ രക്ഷകനും നാഥനുമായി അങ്ങയെ ഞങ്ങൾ വാഴിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ചെലവുകൾ, ഈ മാസത്തെ ഞങ്ങളുടെ എല്ലാ ചെലവുകളും അവിടുന്ന് തന്നെ നിയന്ത്രിച്ച് അവിടുന്ന് ഏറ്റവും വിവേകപരമായി ഞങ്ങൾ സമ്പത്ത് ഉപയോഗിക്കുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ അവിടുന്ന് ചെയ്തു തരണമേ. ഞങ്ങൾക്ക് കിട്ടേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ഞങ്ങളുടെ ചെലവുകളെ, ഞങ്ങളുടെ അനാവശ്യമായ ചെലവുകളെ നിയന്ത്രിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ വേണ്ട ചെലവുകൾ മാത്രം നടത്തി ഈ മാസം അവിടുന്ന് ഞങ്ങളെ സാമ്പത്തിക ഭദ്രതയുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം ഞങ്ങൾക്കൊന്നിനും ഒരു കുറവും വരുത്താതെ, അങ്ങയിലുള്ള സന്തോഷത്തിന് യാതൊരു കുറവും ഉണ്ടാകാതെ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഈ മാസം അങ്ങയുടെ തിരുവചനത്തിലൂടെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെയും അങ്ങ് ഞങ്ങളെ നയിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും അഭിവൃദ്ധിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അങ്ങയുടെ നന്മയും കരുണയും ആവശ്യമായ എല്ലാവരിലേക്കും അതെത്തിക്കുന്നതിനുള്ള മാർഗമായി ഞങ്ങളെ തന്നെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന മഹാമനസ്കത ഞങ്ങൾക്ക് ഈ മാസം മറ്റുള്ളവരോട് കാണിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കണമേ. ഈ മാസം ഞങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ പുതിയ കാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പുതിയ മേഖലകളെ, പുതിയ സംരംഭങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാതെ വിട്ടുപോയ കാര്യങ്ങളെ ഈ മാസം ചെയ്തു തീർക്കുവാൻ ദൈവമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അയച്ച് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ മാസം ഞങ്ങളുടെ ജോലി മേഖലയെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയ ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുമാനം നഷ്ടപ്പെട്ടു പോയ ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയിൽ തകർച്ച വന്ന, ബിസിനസ്സിൽ തകർച്ച വന്ന മക്കളെ അവിടുന്ന് പ്രത്യേകം കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ജോലിയിൽ സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിന് വേണ്ട ശക്തിയും ജ്ഞാനവും സാങ്കേതിക വിദ്യയും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ. ഞങ്ങളുടെ ജോലിയിൽ എല്ലാവരും പ്രീതിപ്പെടുന്നതിന്, പ്രത്യേകമായി ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ അധികാരികൾ പ്രീതിപ്പെടുന്നതിന്, ഞങ്ങളുടെ സഹപ്രവർത്തകർ പ്രീതിപ്പെടുന്നതിന് ദൈവത്തിൻ്റെ ജ്ഞാനം അയച്ച് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ജോലിയിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങളുടെ ജോലിയിൽ നിന്ന് ആർക്കും ഞങ്ങളെ ഒഴിവാക്കി വിടാൻ സാധിക്കാത്ത തരത്തിൽ ദൈവകരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവരും അറിയുന്നതിനു വേണ്ടി ദൈവമേ, അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് അയച്ച് അമാനുഷികമായ ജ്ഞാനവും കൃപയും ശക്തിയും വിവേകവും കൊണ്ട്, ബുദ്ധിയും അറിവും കൊണ്ട് ഞങ്ങളെ അവിടുന്ന് പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ എല്ലാ
ആത്മീയമായും ഭൗതികമായുമുള്ള കാര്യങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഫെബ്രുവരി മാസത്തിൽ വിദേശ ജോലിക്കു വേണ്ടിയും വിദേശ പഠനത്തിനു വേണ്ടിയും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത് അവരെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. വിസയ്ക്കും വർക്ക് പെർമിറ്റിനും വേണ്ടി പ്രാർത്ഥന യാചിച്ചിട്ടുള്ള എല്ലാവർക്കു വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് കരുണ തോന്നി അവരുടെ ആഗ്രഹങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. അവർക്ക് നേരെയുള്ള തടസ്സങ്ങളെ, വിസയ്ക്കും വർക്ക് പെർമിറ്റിനും വേണ്ടിയുള്ള തടസ്സങ്ങളെ ഇപ്പോൾ തന്നെ അവിടുന്ന് നീക്കം ചെയ്ത് അതിൻ്റെ അധികാരികളിലൂടെ അവിടുന്ന് തന്നെ പ്രവർത്തിച്ച് ഈ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, വിദേശത്ത് പോകുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ആവശ്യമായ സഹായവും സംരക്ഷണവും എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവരുടെ ജീവിതം സമാധാനപൂർവ്വം സന്തോഷപൂർണ്ണമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ക്രമീകരിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അവരുടെ നാട്ടിലുള്ള ബന്ധുക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, SSLCക്കും +2-നും ഡിഗ്രിക്കും PGക്കും പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കും പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അവരുടെ ബുദ്ധിമണ്ഡലത്തെ ഉയർത്തി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾക്ക് ആവശ്യമായ ദൈവിക സംരക്ഷണം നൽകി അവരുടെ പോക്കിലും വരവിലും അവരുടെ പഠനത്തിലും അവർ ചിലവാക്കുന്ന ഓരോ നിമിഷത്തിലും ദൈവിക സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുവാൻ തക്കവണ്ണം അവരെ സംരക്ഷിക്കണമേ. യാതൊരു ദുഷ്ടശക്തികളും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും പൈശാചിക ശക്തികളും കൂട്ടുകാരിൽ കൂടിയോ മറ്റ് ഗെയിമിൽ കൂടിയോ മറ്റ് ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ കൂടിയോ അവരെ സമീപിക്കാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ, പഠിക്കുന്ന മക്കളെ പ്രത്യേകം അവിടുത്തെ കയ്യിൽ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്ക് ആവശ്യമായ വിജ്ഞാനവും വിവേകവും നൽകി ഉത്സാഹത്തോടെയും ജിജ്ഞാസയോടെയും പഠിക്കുന്നതിനും എൻ്റെ ഉത്തരവാദിത്തമായ പഠനത്തെ ഏറ്റവും ഫലപ്രദമായി ഞാൻ ചെയ്തു തീർക്കണം. അങ്ങനെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ കൂടുതൽ നന്മ ചെയ്യണം. എന്നെപ്പോലെ പഠിക്കുന്ന മക്കൾക്ക് ഞാനൊരു മാതൃകയാകണം എന്ന് മനസ്സിലാക്കി ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള കൃപയും ശക്തിയും ബുദ്ധിയും നൽകി എല്ലാവിധ ദുഷ്ടശക്തികളുടെയും സ്വാധീനങ്ങളിൽ നിന്ന് അവരെ പ്രത്യേകം രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഈ മാസം പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ ബുദ്ധിയും ഓർമ്മശക്തിയും നൽകി അവരുടെ എല്ലാ വിഷയങ്ങളിലും അവരെ പഠിപ്പിച്ച് റിവൈസ് ചെയ്ത് പൂർണ്ണ ആത്മധൈര്യത്തോടെ അവരെ പരീക്ഷാ ഹാളിലേക്ക് നയിക്കണമേ. പരീക്ഷ എഴുതുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മാസം വിവാഹിതരാകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ചടങ്ങുകളെ പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും വിവാഹിതരാകുന്ന എല്ലാ ദമ്പതിമാർക്കും ദൈവമേ അവിടുത്തെ വലിയ കൃപ നൽകി കുടുംബജീവിതം നയിക്കുന്നതിനുള്ള കൃപാ കടാക്ഷങ്ങൾ നൽകി ജ്ഞാനം നൽകി ദൈവികമായ ജ്ഞാനവും അറിവും നൽകി കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ വലിയ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ മാസം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ കാരുണ്യമുണ്ടായി ഞങ്ങൾക്ക് വലിയ അഭിഷേകം നൽകി ഉയർച്ച നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവികമായ അഭിവൃദ്ധി ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും കാണുവാൻ, അവിടുത്തെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ ആശങ്കപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, അവരെ നിരാശപ്പെടുത്തുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, അവർക്ക് നേരെയുള്ള എല്ലാ വെല്ലുവിളികളിൽ നിന്നും ഈ മക്കളെ പ്രത്യേകം സംരക്ഷിച്ച് ഡിപ്രഷനിൽ നിന്നും നിരാശയിൽ നിന്നും ഈ മക്കൾക്ക് പുറത്തു വരുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്നതിനുള്ള കൃപ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, നിരാശയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ നിരാശയുടെ കാരണം അങ്ങ് അറിയുന്നുണ്ടല്ലോ ദൈവമേ. അങ്ങയ്ക്ക് മാത്രമേ അവരെ ആ നിരാശയിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ദൈവമേ, അങ്ങയുടെ ശക്തി, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അയച്ച് ഇപ്പോൾ തന്നെ അവരെ വിടുവിക്കണമേ. കർത്താവെ, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മകനെ, ഏകദേശം 6000-ഓളം വരുന്ന അശുദ്ധാത്മാക്കളെ ഒരു യുവാവിൽ നിന്ന് അവിടുന്ന് പുറത്താക്കി ആ മകനെ പരിപൂർണമായി സ്വാതന്ത്ര്യത്തിലേക്ക്, പുത്രസ്വാതന്ത്ര്യത്തിലേക്ക്, യേശുക്രിസ്തു നേടിയെടുത്ത ഞങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ നയിച്ച് പൂർണ്ണമായി ഒരു മനുഷ്യനാക്കി അവനെ കൊണ്ടുവന്ന കർത്താവെ, ഇപ്പോൾ ഡിപ്രഷനിലായിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന, ബന്ധനാവസ്ഥയിലായിരിക്കുന്ന, ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ കഴിയുന്ന, ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ കഴിയുന്ന, ദുഷ്ടാത്മാക്കളുടെ സ്വാധീനത്തിന് അടിമപ്പെട്ട് കഴിയുന്ന എല്ലാ യുവജനങ്ങളിലേക്കും, എല്ലാ മക്കളിലേക്കും, എല്ലാ വ്യക്തികളിലേക്കും, സമൂഹത്തിലേക്കും കർത്താവിൻ്റെ പ്രകാശം ഇപ്പോൾ തന്നെ പരക്കണമേ. സകല അന്ധകാര ശക്തികളിൽ നിന്നും അങ്ങയുടെ ഈ മക്കളെ അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഉന്നത ശക്തിയാൽ ഈ മക്കളെ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ കർത്താവെ. അവർക്ക് സ്വന്തമായി പുറത്തു വരുവാൻ കഴിവില്ലാതിരിക്കുമ്പോൾ അങ്ങ് അത്ഭുതം നടത്തി അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഇടപെട്ട് കർത്താവെ അവരെ പരിപൂർണമായി സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണമേ. യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി നേടിയെടുത്ത കുരിശിലെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ബന്ധനത്തിൽ കഴിയുന്ന മക്കൾക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് ആ ബന്ധനം പൊട്ടിച്ചു കളഞ്ഞ് അവരെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും അങ്ങയുടെ മക്കളെ മോചിപ്പിക്കണമേ ദൈവമേ. അങ്ങയുടെ പ്രകാശം ഇപ്പോൾ തന്നെ അവരെ നയിച്ച് അവർ നടക്കുന്ന പാത അന്ധകാരവും നശീകരണത്തിൻ്റെ പാതയുമാണെന്ന് മനസ്സിലാക്കി രക്ഷയുടെ പാതയിലേക്ക്, വെളിച്ചത്തിൻ്റെ പാതയിലേക്ക്, പ്രകാശത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരണമേ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും കീഴടക്കുമാറ് അവിടുന്ന് പ്രവർത്തിക്കണമേ. ഡിപ്രഷനിൽ കഴിയുന്ന എല്ലാവരെയും മോചിപ്പിക്കണമേ. ഇപ്പോൾ തന്നെ അവിടുത്തെ ശക്തി അയച്ച്, അവിടുത്തെ കാരുണ്യം അയച്ച് പാപാവസ്ഥയിൽ കഴിയുന്നവരെ ഇപ്പോൾ തന്നെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുന്ന ദൈവമേ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ഇടപെടലും മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം അനുഭവിക്കുന്നതിന് ഞങ്ങളുടെ ശരീരത്തെ തൊടുന്ന കർത്താവേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ മാസം പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മാസം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളും നൽകി സമാധാനവും സന്തോഷവുമുള്ള ജീവിതത്തിന് ഞങ്ങളെ ഇടയാക്കുന്ന കർത്താവേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ ഫെബ്രുവരി മാസം ദൈവത്തിൻ്റെ നീതിയും ന്യായവും ദൈവത്തിൻ്റെ പ്രകാശവും ഞങ്ങളുടെ മേൽ പതിക്കുന്നതിന്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും യോഗ്യരാകുന്നതിന്, ഞങ്ങളെ സകല അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. അങ്ങയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം ഈ ഫെബ്രുവരി മാസത്തിൽ ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അയക്കണമേ. ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുന്ന് സംരക്ഷിക്കണമേ. അവരുടെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ തുറക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായമയക്കട്ടെ. നിങ്ങളുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവം ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തന്ന് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അഭിവൃദ്ധിപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.